ചേട്ടാ നമസ്കാരം. അപ്പോൾ നമ്മൾ വീണ്ടും സെമിത്തേരിയിൽ വന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ട് വാക്കൊന്ന് പറയാം. മയ്യഴി സെമിത്തേരിക്കുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ നാട്ടിൽ വാണിരുന്ന ബ്രിട്ടീഷുകാർ അവർ പോയ ശേഷം ഫ്രാൻസുകാർ വന്നു, ഫ്രഞ്ചുകാർ. അപ്പോൾ അവരെല്ലാം ആ കാലഘട്ടങ്ങളിൽ മൺമറഞ്ഞു പോയവരെല്ലാം മറവ് ചെയ്തിരിക്കുന്ന ഒരു സെമിത്തേരിയാണ് ഇത്. അതിലൂടെ നമ്മുടെ ഇന്നത്തെ ഈ തലമുറയിൽ ഈ 350 വർഷങ്ങൾക്കുള്ള ഇവിടുത്തെ മയ്യഴി ക്രിസ്ത്യൻസ് അവരെല്ലാം അന്തി ഉറങ്ങുന്ന ഞങ്ങൾ അപ്പാപ്പന്മാർ, അനുജന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, മക്കളെല്ലാം അന്തി ഉറങ്ങുന്ന ഈ സെമിത്തേരിയാണിത്. ഈ സെമിത്തേരിക്ക് വലിയ പ്രാധാന്യമുണ്ട് മയ്യഴിക്ക്. ഇതിൽ വേറെ ഒരു കമ്മ്യൂണിറ്റിക്കും ഇതിനകത്ത് ഇൻക്ലൂഡല്ല. ഇത് മയ്യഴിയിലെ ക്രിസ്ത്യൻസിന് മാത്രമായിട്ടുള്ളൊരു സെമിത്തേരിയാണ്. അന്നത്തെ ദിവസം മെയിൻ തിരുനാളിന് അന്നത്തെ ദിവസം 15-ാം തീയതി ബിഷപ്പ് വന്ന് ബിഷപ്പിനെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അച്ഛൻ പുറത്തേക്ക് വരുന്ന കാണുന്നില്ല. ഇതിലാണോ വെച്ചല്ല? അല്ലല്ല, ഇത് ഇതിനകത്ത്. ഇതിലാണോ വെച്ചല്ല? ഇതിനല്ല, അതിൻ്റെ അകത്ത്. എത്ര പേര് ഉണ്ട് അവിടെ? 4 അച്ഛന്മാരുണ്ട്. 4 അച്ഛന്മാരുണ്ട്. ആ സ്ലേമ പേരൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഫ്രണ്ട് കുടിച്ചിട്ട് അതിലെടുക്കാം. പിന്നെ ഇത് പഴയ കാലങ്ങളിൽ നമ്മൾ അത്യാഹിതമായിട്ട് മറ്റേ ദുർമരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ദുർമരണങ്ങൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നാൽ ഈ ബാക്ക് സൈഡിൽ, ഈ കൊച്ചുപള്ളിയുടെ ബാക്ക് സൈഡിൽ ഇപ്പം അവരൊക്കെ പണ്ട് കാലങ്ങളിൽ വെച്ചിരുന്ന സ്ഥലങ്ങളാണിത്. ഇത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ്റിൽ അപേക്ഷിച്ചിട്ട് ഒരു ബാത്റൂമും ഒരു സംഗതികളും ചെയ്തെന്ന സെമിത്തേരിയിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ സർക്കാർ ചെയ്തു തന്നാണ്. പണി പൂർത്തീകരിച്ചിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പം ആ പഴയ കാലങ്ങളിൽ പണ്ട് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. ഇവിടെ ഇതിലായിരുന്നു അന്നത്തെ അസ്ഥികൂടങ്ങളെല്ലാം വന്നു കഴിഞ്ഞ് നമ്മൾ സെയിം കുഴി തന്നെ വീണ്ടും വെക്കുമ്പോണ്ടാകുന്ന അസ്ഥികൂടങ്ങളോ എല്ലുകളുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു കിണറിലാണ് കൊണ്ടുവന്ന് ഇടുക. ഇന്നിപ്പോൾ ആ കിണറും കാര്യങ്ങളും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുരോഗമന കാലത്തിൽ പോയി. അപ്പോൾ ഈ സ്ഥലങ്ങളും കൂടി ഇനി യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു നല്ല സിമിത്തേരിയാക്കി ജനങ്ങൾക്ക് മാറ്റി കൊടുക്കാനാണ് അതിന്റെ ഫംഗ്ഷൻ. ഷാജി ബ്രോ വന്ന് അതിനാണ് ഈ പ്രസിഡന്റ് ഈ ആൾക്കാരെ വിളിച്ചു കൂട്ടിയത് നിമിത്തം. അപ്പോൾ ഞാൻ എന്റെ ചാനലിൽ ചേട്ടൻ പറയുന്നുള്ള ഒരു പ്രപഞ്ച ശക്തിയാണ്. ഉണ്ട്, അത് മാധവന്റെ ശക്തിയാണ്. മാധവന്റെ ശക്തിയാണ്. ഞാൻ ഈ അമ്മയുടെ മകനാ. എന്റെ ചരിത്രവും പറയണ്ടേ. എനിക്ക് ഇത്രമാത്രം ഇത് കിട്ടിയ എനിക്ക് 69 വയസ്സായി. ഞാനൊരു ഇലക്ട്രിസിറ്റി ജീവനക്കാരായിരുന്നു. 17-ാം വയസ്സിൽ ജോലി കിട്ടിയത് മയ്യഴി സംബന്ധിച്ചിട്ട്. ആ ജോലി കിട്ടി, ജോലി പ്രവേശിച്ച് 19-ാം വയസ്സിൽ ഞാൻ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് വീണു. അന്നത്തെ പോസ്റ്റ് പഴയ കാലത്തെ തേക്കായിരുന്നു. കോട്ടയത്ത് ആ പോസ്റ്റിൽ നിന്ന് വീണ് എന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് 8 മാസം ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നു. തിരിച്ച് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ അമ്മയുടെ നടയിലെ എപ്പോഴും ഒരു ഓൾട്ടർ ബോയ്സ് ആയിരുന്നു, ലേഖനം വായിക്കുന്ന ആളായിരുന്നു. ഭയങ്കര നന്നായിട്ട് മയ്യഴിയിൽ ഇന്നും ലേഖനം വായിക്കുന്ന 69 വയസ്സായിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയേ. ഞാൻ കിടക്കുന്ന ആള് തൃശ്ശൂർ, ഞാൻ കോഴിക്കോട് വന്നിട്ട് 3 ദിവസമായി. എനിക്കൊരു സുപ്രഭാതത്തിൽ തന്നെ മാഹിയിൽ കയറണം. അനുസാറിനെ വിളിച്ചു, രാമേട്ടനെ കിട്ടി. രാമേട്ടൻ ചേട്ടനെ ഏൽപ്പിച്ചു. ആള് പുറത്തൊരു ഫോണിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രപഞ്ച ശക്തി നല്ലോണം പ്രപഞ്ചത്തിന്റെ അമ്മയുടെ ശക്തി. അപ്പൊ അമ്മ തന്ന ഒരു ജീവിതമാണ് എന്റെ ജീവിതം. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ചേട്ടൻ പറയാൻ പറഞ്ഞു? ഈ മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഇപ്പോഴത്തെ പുതിയ ആധുനിക രീതിയിൽ ഇങ്ങനെ പൂന്തോട്ടം പോലെ ആക്കിയിട്ട് ബോഡിയൊക്കെ കൊണ്ടുവന്ന കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊപ്പോസലാണ്. ചെറിയൊരു പാർക്കിന്റെ രൂപത്തിലാക്കിയിട്ട് നമുക്ക് മയ്യഴി ടൂറിസ്റ്റ് മേഖലയല്ലേ. ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് ഒരു കപ്പൽ ഇഷ്യൂ ചെയ്തു, അറിയോ? കൊച്ചിയിൽ പുതിയ കപ്പല് INS മാഹി എന്ന പേര്. പോണ്ടിച്ചേരി എന്നല്ല കൊടുത്തത്. അപ്പം അത്രമാത്രം മയ്യഴിക്ക് എന്തുണ്ട്, പ്രാധാന്യം ഉണ്ട്. അപ്പോൾ അതുപോലത്തെ പണ്ട് പുരാതനമായ ആൾക്കാർ ഫ്രാൻസിൽ നിന്നൊക്കെ അവർ ദിവസം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വരുന്നൊരു സിമിത്തേരിയായത്. അപ്പോൾ ഇതിനെ കുറച്ച് ആധുനികീകരിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അപ്പം ഞാനിരിക്കുന്ന ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഭാഗ്യം എനിക്ക് മാത്രമേ ഉള്ളൂ. അടുത്ത ചാനൽ നമുക്ക് പൂന്തോട്ടായിരിക്കും. ഷാജി ബ്രോ മാത്രം. നെക്സ്റ്റ് ടൈം വരുമ്പോൾ വേറെ രൂപത്തിലാണ്. അങ്ങനെ ആയി കാണും നമ്മൾ കണ്ണട. അതല്ല ഞാൻ വന്നത്. ഇതിപ്പോ നാളെ വെളിയിലെത്തുള്ളൂ. ഇത് പുറത്ത് വരുമല്ലേ? നാളെ വിടും. മെമ്പറാണ് ഷാജു പാരീസ് കൗൺസിൽ മെമ്പറാണ്. ഫ്രാൻസിസ് രാജപ്പൻ, ഇങ്ങോട്ട് വാ രാജപ്പൻ, വാ. ഫ്രാൻസിസ് രാജപ്പൻ. പിന്നെ സജി സാമുവൽ, മുൻ പാരീസ് കൗൺസിൽ സെക്രട്ടറിയാണ്. സ്റ്റാൻലി ഡിസിൽവ, മുൻ പാരീസ് കൗൺസിൽ സെക്രട്ടറിയാണ്. ഗോഡ്വിൻ, പിന്നെ ജോയ് പെരേര, ഇപ്പോഴത്തെ എന്തിൻ്റെ ഇത് നിങ്ങൾ ലീഡ് മരണസഹായ ഇതിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പുറത്തെ സോളമൻ, ജോൺസൺ കൊട്ടാരം, മയ്യഴി പള്ളിയിലെ ഞങ്ങളുടെ ഓർക്കസ്ട്ര ടീമിൻ്റെ പാട്ടുകാരനാണ്. മാർട്ടിൻ കൊയിലോ, ഞങ്ങളുടെ പള്ളിയിലെ ഇപ്പോഴത്തെ ലാറ്റിൻ കത്തോലിക്കിൻ്റെ സെക്രട്ടറിയാണ്. ടെന്നിസൺ തോമസ്, സെന്റ് സെബാസ്റ്റ്യൻ കോമ്പരിന്റെ ഖജാൻജിയാണ്.
അയാളൊരു ഗവൺമെൻറ് സ്റ്റാഫാണ്, തലശ്ശേരി അല്ല വടകര ജില്ലാ മെഡിക്കൽ ഓഫീസർ കണ്ണൂർ വർക്ക് ചെയ്യുന്നു. കണ്ണൂർ വർക്ക് ചെയ്തു. ഷെല്ലി, പുള്ളിയുടെ ഫാദർ മുൻകാലത്ത് മയ്യഴി പള്ളിയുടെ എത്രയോ കാലത്തെ സെക്രട്ടറിൻ്റെ മകനാണിത്, ഷെല്ലി. അത് മറിയദാസ്, അതും മുൻകാലത്ത് പാരീസ് കൗൺസിൽ സെക്രട്ടറിയുടെ മകനാണ്. പറഞ്ഞുകൊടുക്ക്. ജസ്റ്റിൻ. ഇത് പോൾഷിബു മാഷാണ്, പള്ളിയിലത്തെ മുൻകാല ഇപ്പോഴത്തെ എല്ലാ പാരീസ് കൗൺസിൽ മെമ്പറാണ്. ഓക്കെ.